കണ്ണ, ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ് സാവിത്രി ദത്തനെ വിളിക്കുന്നത്. അവരുടെ വിളിയിൽ തന്നെ എന്തോ ഗൗരവമുള്ള കാര്യം സംസാരിക്കാനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി അവരെ ശ്രദ്ധിച്ചു. എന്താ അമ്മായി? ദത്തൻ സംശയത്തോടെ അവരെ നോക്കി. നമുക്ക് നാട്ടിലൊന്നു പോകണം മോനെ. തറവാട്ടമ്പലത്തിൽ എല്ലാവർക്കും വേണ്ടി നേർച്ചകൾ ചെയ്യണം. ദോഷങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞതല്ലേ. അവിടെ പോയി തൊഴുത് നന്ദി പറയണം ഈശ്വരന്മാരോട്. ഇനിയൊരു ആപത്തും ആർക്കും സംഭവിക്കാതിരിക്കാൻ മനമുരുകി പ്രാർത്ഥിക്കണം. സാവിത്രി അവരുടെ മനസ്സിലുള്ള കാര്യം അതുപോലെ പറഞ്ഞു. എല്ലാവരും സമ്മതമെന്നോണം തലയനക്കി. പിന്നെ മോനെ, നിങ്ങളുടെ വിവാഹം ഒരു ദൈവങ്ങളെയും സാക്ഷി നിർത്താതെ നടന്നതല്ലേ. അത് നമുക്ക് ഒരിക്കൽ കൂടി തറവാട്ടമ്പലത്തിൽ വെച്ച് നടത്തണം. എല്ലാ ദൈവങ്ങളെയും സാക്ഷിയാക്കി ഒരിക്കൽ കൂടി നീ ധന്യമോടെ കഴുത്തിൽ താലി ചാർത്തണം. അത് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമാണ്. സാവിത്രി നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു. ദത്തനും ധന്യയും പരസ്പരം നോക്കി. അവർ ഇരുവരും ഒരുപോലെ ആഗ്രഹിച്ച കാര്യം ഇപ്പോൾ ഇതാ സത്യമാകാൻ പോകുന്നു. പരസ്പരം പ്രണയത്തോടെ ഒരു നോട്ടം കൈമാറി അവർ സാവിത്രിയിൽ തന്നെ ശ്രദ്ധിച്ചു. എന്നാൽ എനിക്ക് വേറെ കുറച്ച് വിവാഹങ്ങൾ കൂടി നടത്താൻ ആഗ്രഹമുണ്ട്. അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ജേക്കബ് ഗൗരവത്തോടെ പറഞ്ഞു. എന്താ പപ്പ, ഇനി ആരുടെ വിവാഹമാണ് നടത്താനുള്ളത്? ദേവൻ സംശയത്തോടെ ചോദിച്ചു. പറയാം മോനെ, നിനക്കും കൂടി ഉപകാരമുള്ള കാര്യം തന്നെയാ. നീ ഒന്ന് വെയിറ്റ് ചെയ്, ഞാൻ പറയട്ടെ. ജേക്കബ് അവനെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് അമ്മമാർക്ക് നേരെ തിരിഞ്ഞു. എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാ. നിങ്ങളറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കല്യാണമല്ല നടക്കേണ്ടത്, 4 എണ്ണമാണ്. ജേക്കബ് അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അയാൾ പറയുന്നത് കേട്ട് ദത്തൻ ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടി. 4? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? ആനി സംശയത്തോടെ ചോദിച്ചു. നിങ്ങൾ ഞെട്ടണ്ട, ഞാൻ പറഞ്ഞു തരാം ആരുടെയൊക്കെയാണെന്ന്. ഒന്ന് നമ്മുടെ പുന്നാര മോളും ഈ നിൽക്കുന്ന ദേവനും തമ്മിലുള്ളത്. പിന്നെ ഒന്ന് ദേ ഈ നിൽക്കുന്ന സിദ്ധുവും നിവിയും തമ്മിലുള്ളത്. പിന്നെ ഒന്ന് ഞാൻ പറയണ്ടല്ലോ, ആഷിയും അനുവും തമ്മിലുള്ളത്. ഇതൊക്കെ എപ്പോ? ആനിയും സാവിത്രിയും പാർവതിയും ജാനകിയും കണ്ണു മിഴിച്ചു നിന്നുപോയി. സിദ്ധുവും ദേവനും യമിയും നിവിയും അവരെ പരിങ്ങളോടെ നോക്കി. നിന്ന് പരിങ്ങണ്ട 4. ഇച്ചായ, വേഗം കല്യാണത്തിനുള്ള ഏർപ്പാട് നടത്തിക്കോ, അല്ലെങ്കിൽ നമ്മളറിയാതെ പിള്ളേര് പണി പറ്റിക്കും. ആനി കുറുമ്പോടെ ജേക്കബിനോട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. ഇനി വേറെ ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ജേക്കബ് ആദിയെയും വരുണിനെയും ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യേ, എനിക്കൊന്നും പറയാനില്ല. ആദി അവന്റെ ഭാഗം പറഞ്ഞു. എന്നാ എനിക്ക് പറയാനുണ്ട്. അവനോടൊന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ കാർത്തി ഇടയിൽ കയറി പറഞ്ഞു. അങ്ങോട്ട് മാറി നിൽക്കടാ ചെള്ളു ചേർക്കാ. ആദ്യം തലയിലെ മുട്ടത്തോട് മാറട്ടെ, എന്നിട്ട് കെട്ടിക്കാൻ നിന്നെ. ദേവൻ അവനെ പുച്ഛിച്ചു തള്ളി. കാർത്തി എല്ലാവരെയും നോക്കി ഇളിച്ചുകൊണ്ട് സൈഡിലോട്ട് മാറി നിന്നു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ വരുൺ? ഉണ്ട് പപ്പ. ജേക്കബിന്റെ ചോദ്യത്തിന് വരുൺ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. ഇനി നിനക്കെന്താ? എല്ലാവരും അവനെ സംശയത്തോടെ നോക്കി. എനിക്കിവിടെ ഒരാളോട് ഒരു ഇഷ്ടമുണ്ട്. അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ആൾക്കെന്നെ ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. ഒരു പോസിറ്റീവ് മറുപടി എനിക്ക് കിട്ടിയിട്ടുമില്ല. എങ്കിലും അത് മനസ്സിൽ വയ്ക്കാതെ എല്ലാവരോടും തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ വളച്ചു കെട്ടാതെ കാര്യം പറയടാ, സിദ്ധു അക്ഷമനായി ചോദിച്ചു. അത് എനിക്ക് കീർത്തിയെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അവന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. പക്ഷേ കീർത്തനയുടെ മുഖം മാത്രം മങ്ങി. അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി അങ്ങ് നടത്തിയേക്കാം അല്ലേ? ജേക്കബ് സന്തോഷത്തോടെ പറഞ്ഞു. നിനക്ക് സമ്മതമല്ലേ ആദി? ദത്തൻ ആദിയെ നോക്കി. എനിക്കെന്ത് സമ്മതക്കുറവ്? എന്റെ പെങ്ങളെ ഇവന് കൊടുക്കാൻ എനിക്ക് 100 വട്ടം സമ്മതമാണ്. തനിക്കോ ജാനകി? ആദി പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ജേക്കബ് ഇച്ചായ. ജാനകിയും അവരുടെ അഭിപ്രായം പറഞ്ഞു. ബാക്കിയുള്ളവരും സന്തോഷത്തോടെ അതിന് സമ്മതം അറിയിച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കീർത്തന ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പ്രവൃത്തിയിൽ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാഞ്ഞു. വരുണിന്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. എല്ലാവരും അവനെ അലിവോടെ നോക്കി. കീർത്തി! മെയിൻ ബാൽക്കണിയുടെ റെയിലിങ്ങിൽ കൈകൾ താങ്ങി ദൂരേക്ക് മിഴികൾ നട്ട് നിൽക്കുന്ന കീർത്തനയെ കാർത്തിക് പിറകിൽ നിന്ന് വിളിച്ചു. അവന്റെ വിളി കേട്ടിട്ടും അവൾ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നു. കീർത്തി, ഞാൻ നിന്നെയാണ് വിളിക്കുന്നത്. കാർത്തികിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറയുന്നത് കീർത്തന മനസ്സിലാക്കി. അവൾ ചെറിയ മടിയോടെ തിരിഞ്ഞു നോക്കി. എന്താ കീർത്തി നിന്റെ പ്രശ്നം? എന്താ നിന്റെ മനസ്സിൽ? വരുണേട്ടനെ നിനക്കിഷ്ടമല്ലേ? കാർത്തികിന്റെ ചോദ്യം കേട്ടിട്ടും അവൾ തല ഉയർത്തി നോക്കിയില്ല. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? കാർത്തിക് ശബ്ദമുയർത്തി. എനിക്ക് കഴിയുന്നില്ല കാർത്തി. വരുണേട്ടനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു വിവാഹം, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നെ നിർബന്ധിക്കരുത് കാർത്തി. കീർത്തനയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്താ നിന്റെ മനസ്സിൽ? ഇപ്പോഴും ആഷിച്ചായനാണോ? നോ,
ഒരിക്കലുമല്ല കാർത്തി, ഇച്ചായനെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല. ഇച്ചായൻ അനുവിനുള്ളതാ, കീർത്തന പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. പിന്നെ എന്താണ് കീർത്തി നിന്റെ പ്രശ്നം? നീ എന്നെ വീണ്ടും പഴയ കാർത്തിക് വർമ്മ ആക്കരുത്. എല്ലാം മറന്ന് ഞാൻ ഈ കുട്ടിത്തം കാണിക്കുന്നത് എൻ്റെ ഏട്ടനോട് ഞാൻ ചെയ്ത തെറ്റ് തിരുത്താനുള്ള ഒരവസരമായി കരുതിയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റിന്റെ പേരിലാണ് ധന്യ ഇപ്പോൾ ഈ അവസ്ഥയിൽ തുടരുന്നത്. ആ തെറ്റ് തിരുത്താൻ ഈ ജന്മം കഴിയില്ല നമുക്ക്. എന്നിട്ടും എല്ലാം അറിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹിക്കാനും സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്ന ആ വലിയ മനസ്സിന്റെ ഉടമയാണ് വരുണേട്ടൻ. നീ സ്നേഹിക്കുന്നവർക്ക് പുറകെ അല്ല കീർത്തി, നിന്നെ സ്നേഹിക്കുന്നവർക്ക് പുറകെയാണ് പോകേണ്ടത്. ആ മനുഷ്യന്റെ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിച്ചാൽ ഈ ജന്മം എത്ര പശ്ചാത്തപിച്ചാലും മാപ്പ് ലഭിക്കില്ല നിനക്ക്. ഒരു അനിയന്റെ ഉപദേശമായി കരുതിയാൽ മതി. അതിലുപരി എൻ്റെ ചേച്ചിക്ക് ഒരു നല്ല ജീവിതം കിട്ടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അനിയന്റെ മനസ്സായി കണ്ടായും മതി. അത്രയും പറഞ്ഞ് കാർത്തിക് അവളിൽ നിന്ന് അകന്നുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കീർത്തനയുടെ കൈ അവന്റെ കൈത്തണ്ടിൽ മുറുകി. എനിക്ക് സമ്മതമാണ് കാർത്തി, അവരോട് പറഞ്ഞോളൂ വിവാഹത്തിന് എനിക്ക് സമ്മതമാണെന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അത് വേണ്ട കീർത്തി. മനസ്സാൽ ഇഷ്ടപ്പെട്ട് വിവാഹത്തിന് സമ്മതിക്കുന്നതും ആരുടെയെങ്കിലും നിർബന്ധത്തിൽ സമ്മതിക്കുന്നതും രണ്ടും രണ്ടാണ്. നിനക്ക് വരുണേട്ടനെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇതിന് സമ്മതിക്കാവൂ. അല്ലാത്ത പക്ഷം ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ കാർത്തിക് പറഞ്ഞു. എനിക്ക് ഇഷ്ടമാണ് കാർത്തി. വരുണേട്ടൻ നല്ല ആളാണ്. അല്ലെങ്കിൽ എന്നെപ്പോലൊരു അഹങ്കാരിയെ ഇഷ്ടപ്പെടുമോ? ദ്രോഹങ്ങളല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നില്ലേ? ആ മനുഷ്യനെ ഞാൻ എങ്ങനെ കണ്ടില്ലെന്ന് വെക്കും കാർത്തി? എനിക്ക് കഴിയും വരുണേട്ടനെ സ്നേഹിക്കാൻ. എനിക്കേ കഴിയൂ. കീർത്തനയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവൾ കാർത്തികിന്റെ തോളിൽ തലചാരി വെച്ചുകൊണ്ട് തേങ്ങി. കരയാതടി ചേച്ചി, ഇതറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും, കാർത്തിക് ഉത്സാഹത്തോടെ പറഞ്ഞു. നീ പോയി എല്ലാവരെയും അറിയിക്ക്. ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം. ഇനി ആരോട് പറയാനാ? എല്ലാവരും കേട്ടില്ലേ? കാർത്തികിന്റെ മറുപടി അവൾ അവനെ സംശയത്തോടെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് ഡോറിനരിയിലേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. അവന്റെ കണ്ണുകളെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് നോക്കിയ കീർത്തന ആകെ ചമ്മിയ പോലെ നിന്നുപോയി. ദത്തനും ആഷിയും സിദ്ധുവും ആദിയും എല്ലാം അവിടെ ഉണ്ട്. ഒപ്പം പെൺപടകളും. ധന്യയ്ക്കിപ്പോൾ ചെറുതായി നടക്കാനൊക്കെ പറ്റും. അവർക്കൊപ്പം അവളും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കീർത്തന എല്ലാവരെയും കണ്ട് ചമ്മലോടെ തല താഴ്ത്തി. ദത്തൻ മുന്നിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. നീ സമ്മതിക്കുമെന്ന് അറിയാമായിരുന്നു, എങ്കിലും ഞങ്ങളെ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. ദത്തൻ അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. ഏട്ടാ. അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അയ്യേ, നിനക്ക് ചേരില്ലാട്ടോ ഈ നാണം. പഴയ തൻ്റെടി കീർത്തിയാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് പൊന്നുമോളെ ഈ നാണമൊക്കെ മാറ്റി ഞങ്ങളുടെ ചെക്കനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുക. ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ആഷി അത് പറഞ്ഞപ്പോഴാണ് കീർത്തനയും വരുണിന്റെ കാര്യം ഓർക്കുന്നത്. അവൾ കണ്ണുകൊണ്ട് ചുറ്റും പരതിയപ്പോൾ കണ്ടു ഡോറിൽ ചാരി മാറിൽ കൈകൾ പിണച്ചു കെട്ടി തന്നെ നോക്കി ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന വരുണിനെ. അവനെ അവിടെ കണ്ടതും അവളൊരു പിളച്ചിലോടെ അവനിൽ നിന്ന് നോട്ടം വെട്ടിച്ചു. അവളുടെ വെപ്രാളം കണ്ട് വരുണുള്ളിൽ ഊറിച്ചിരിച്ചു. അവന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ദത്തനും അവന് പിറകെയായി ബാക്കിയുള്ളവരും ബാൽക്കണിയിൽ നിന്ന് വീടിനുള്ളിലേക്ക് കയറി. എന്റെ ചേച്ചിയെ ബാക്കി വെച്ചേക്കണേ അളിയ. വരുണിനെ മറികടന്ന് അകത്തേക്ക് കയറുന്നതിന് മുന്നേ കാർത്തി വാ പൊത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാ കയറിപ്പോടാകത്ത്. ഒറ്റ ആട്ടായിരുന്നു വരുൺ. കാർത്തി അപ്പോഴേ ജീവനും കൊണ്ടോടി. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും കീർത്തിയിൽ പരവേശം നിറഞ്ഞു. അവൾ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് വരുണിൽ നിന്ന് നോട്ടം മാറ്റി താഴെയുള്ള ഗാർഡനിലേക്ക് കണ്ണുകൾ പതിപ്പിച്ചു നിന്നു. അവളുടെ വെപ്രാളം കണ്ടുകൊണ്ട് തന്നെ വരുൺ അവൾ നിൽക്കുന്നിടത്തുനിന്ന് അടുത്തായി നിന്നുകൊണ്ട് അവൾ നോക്കുന്ന ദിശയിലേക്ക് നോക്കി. കാർത്തിയോട് നീ പറഞ്ഞതൊക്കെ സത്യമാണോ? എന്നെ സ്നേഹിക്കാനും സ്വീകരിക്കാനും നിനക്ക് കഴിയുമോ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വരുൺ തന്നെ സംസാരിച്ചു തുടങ്ങി. കീർത്തന കണ്ണുകൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ മറുപടി കേൾക്കാനുള്ള ആകാംക്ഷയാണ് അവന്റെ മുഖത്തെന്ന് അവൾ മനസ്സിലാക്കി. അവൾ അവനെ നോക്കി നേർമയായി ഒന്ന് പുഞ്ചിരിച്ചു. സത്യമാണ് വരുണേട്ട, എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയും. പിന്നീടൊന്ന് ആലോചിക്കാൻ പോലും നിൽക്കാതെ അവൾ തന്റെ മനസ്സ് അവന് മുന്നിൽ തുറന്നു. വരുൺ അത്യധികം സന്തോഷത്തോടെ അവളുടെ ഇരു കവിളിലും അവന്റെ കൈകൾ ചേർത്തു. അവന് തന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെയായി. കീർത്തി, ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ പ്ലീസ്? വരുൺ യാചിക്കും പോലെ ചോദിച്ചുകൊണ്ട് കീർത്തനെ പ്രതീക്ഷയോടെ നോക്കി. അവൾ അവനെ അന്തം വിട്ട് നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. എനിക്ക് എൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നീ ഓക്കെ അല്ലെങ്കിൽ വേണ്ട, ലീവ് ഇറ്റ്. വരുണിന്റെ ശബ്ദം പതിഞ്ഞുപോയി. സ്നേഹിക്കുന്ന പെണ്ണിനെ ചേർത്ത് പിടിക്കാൻ പോലും അനുവാദം ചോദിക്കുന്നു. ഈ മനുഷ്യൻ ഇത്രയേ ഉണ്ടായിരുന്നുള്ളോ? കീർത്തനയ്ക്ക് അവനോട് വല്ലാത്ത ഇഷ്ടവും വാത്സല്യവും തോന്നി. അടുത്ത നിമിഷം അവനെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ട് അവനെ 2 കൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി.
താൻ സ്വപ്നം കാണുകയാണോ എന്നുപോലും വരുൺ ഒരു വേള ചിന്തിച്ചുപോയി. അവന്റെ കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം അവന്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. ഒപ്പം അവന്റെ ചുണ്ടുകൾ പതിയെ അവളുടെ മൂർധാവിൽ പതിഞ്ഞു. ഒരു നിർവൃതിയോടെ കീർത്തനയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കീർത്തി! വരുണിന്റെ വിളിയിൽ അവൾ അവനിൽ നിന്ന് വിട്ടുമാറി എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി. ഞാൻ അമ്മയെ കൂട്ടി വന്നോട്ടെ ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണലിന്? അവന്റെ ചോദ്യം കേട്ടതും കീർത്തന നാണത്തോടെ തല താഴ്ത്തി. പിന്നെ സമ്മതമെന്നോണം തലയനക്കി. കൂടുതൽ ആളൊന്നും കാണില്ല. എനിക്ക് അമ്മയും ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അനിയൻ ഇപ്പോൾ പഠിക്കുകയാണ്. നമ്മുടെ കാർത്തിയുടെ പ്രായമാണ് അവനും. ഞാൻ ഉടനെ തന്നെ അവരെ കൂട്ടിവരാം. നിന്റെ കാര്യം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് നിന്നെ കാണുന്നതിനായി വെയിറ്റ് ചെയ്യുകയാണ് അമ്മ, മരുമകളെ കൂട്ടിക്കൊണ്ടു പോകാൻ. വരുണൊരു ചിരിയോടെ പറഞ്ഞു. ആ ചിരിയിൽ കീർത്തനയും പങ്കുചേർന്നു. ദിവസങ്ങൾ കടന്നുപോയി. ധന്യയ്ക്ക് വരുൺ റെസ്റ്റ് പറഞ്ഞിരുന്ന 1 മാസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ. അവൾക്കിപ്പോൾ പഴയതുപോലെ നടക്കാനും എല്ലാ ജോലികൾ ചെയ്യാനും കഴിയുന്നുണ്ട്. വരുൺ കീർത്തന സമ്മതം അറിയിച്ചതും 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയും അനിയനുമായി വീട്ടിലേക്ക് വന്ന് അവളെ ഒഫീഷ്യലായി പെണ്ണ് കണ്ടിട്ട് പോയി. അവന്റെ അമ്മയ്ക്ക് അവളെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും വിവാഹം ഒരുമിച്ച് നടത്താൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ അവർ ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. സാവിത്രിയുടെ ആവശ്യപ്രകാരം ധന്യയ്ക്ക് ഭേദമായി കഴിയുമ്പോൾ തറവാട്ടമ്പലത്തിൽ എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് അവർക്ക് വാക്കു കൊടുത്തിരുന്നു. ഒപ്പം അവിടെ വെച്ച് തന്നെ ദത്തന്റെയും ധന്യയുടെയും താലികെട്ട് ചടങ്ങ് നടത്താൻ അവർ തീരുമാനിച്ചു. ബാക്കിയുള്ളവരോട് പിന്നീട് അവിടെ പോയി തിരിച്ചു വന്നതിന് ശേഷവും നടത്താൻ തീരുമാനിച്ചു. മോനെ കണ്ണ, നമ്മൾ അവിടെ എത്തിയിട്ട് എവിടെയാ താമസിക്കുന്നത്? എന്തായാലും കുറച്ച് ദിവസം അവിടെ നിന്നല്ലേ പറ്റൂ. പൂജകളും പിന്നെ നിങ്ങളുടെ വിവാഹവും നടത്തേണ്ടേ? അവിടെ എത്തി 2 ദിവസം കഴിഞ്ഞാണ് നിങ്ങളുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ താമസത്തിന്റെ കാര്യം? നമ്മൾ കയ്പമംഗലം തറവാട്ടിലേക്ക് ആണ് അമ്മായി പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ തറവാടിന്റെ പേര് കാതിൽ കേട്ടതും സാവിത്രിയും പാർവതിയും ഒരു ഞെട്ടലോടെ ദത്തനെ നോക്കി. മോനെ, അത് മറ്റാർക്കോ വിറ്റതല്ലേ, ശിവേട്ടനും മഹിയും ചേർന്ന്? പിന്നെ എങ്ങനെ? സാവിത്രി സംശയത്തോടെ ചോദിച്ചു. ശിവശങ്കർ അത് ആർക്കും വിറ്റിരുന്നില്ല അമ്മായി. ആ തറവാട് അയാളുടെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ കൊന്ന് സ്വത്തുക്കൾ സ്വന്തമാക്കിയ കൂട്ടത്തിൽ തറവാടും ഉണ്ടായിരുന്നു. ഇപ്പോൾ അയാളുടെ പേരിലുള്ള സ്വത്തുക്കൾ ഗവൺമെന്റ് സീൽ ചെയ്തപ്പോൾ അതിൽ നമ്മുടെ തറവാടും ഉൾപ്പെട്ടു. അവിടെ നിന്ന് ഞാനത് ലേലത്തിൽ വാങ്ങി. ഇപ്പോൾ ആ തറവാടുള്ളത് അമ്മായിയുടെ പേരിലാണ്. ആഷി! ദത്തൻ തിരിഞ്ഞു നോക്കി വിളിച്ചപ്പോഴേക്കും സാവിത്രിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത തറവാടിന്റെ ഡോക്യുമെന്റ്സ് അവൻ ദത്തനെ ഏൽപ്പിച്ചു. ഇതിനി അമ്മായിയുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അതിന് എന്തുകൊണ്ടും യോഗ്യത അമ്മായിക്കാണ്. എൻ്റെ അച്ഛൻ എന്നോ ആഗ്രഹിച്ചിരുന്നതാ ഈ ഒരു കാര്യം. ഡോക്യുമെന്റ്സ് എല്ലാം സാവിത്രിയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. പിന്നെ തറവാടിന് കുറച്ചു മാറിയുള്ള ഗസ്റ്റ് ഹൗസും അത് നിൽക്കുന്ന പറമ്പുമെല്ലാം നിവിയുടെ പേരിൽ ആധാരമാക്കിയിട്ടുണ്ട്. അതെല്ലാം ചെറിയമ്മയുടെ കയ്യിൽ സൂക്ഷിച്ചാൽ മതി. ആഷി കൊടുത്ത ഡോക്യുമെന്റ്സിൽ നിന്നും ഒരു പേപ്പർ ദത്തൻ പാർവതി ഏൽപ്പിച്ചു. അങ്ങനെ ഓരോന്നും അവൻ ഓരോരുത്തർക്കായി പങ്കുവച്ചു. നിറകണ്ണുകളോടെ അവനെ നോക്കി നിൽക്കാനല്ലാതെ ആർക്കും ഒന്നിനും കഴിഞ്ഞില്ല. ആർക്കും വേർതിരിച്ചു തരുന്നതാണെന്ന് കരുതരുത്. ഇതെല്ലാം നമ്മുടേതാണ്. എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ളത്. എൻ്റെ അച്ഛൻ എന്നോ ആഗ്രഹിച്ചിരുന്ന കാര്യം ഞാൻ ഇന്ന് നടപ്പിലാക്കിയെന്നു മാത്രം. പക്ഷേ ഒന്നു മാത്രം എനിക്ക് കഴിഞ്ഞില്ല. എത്രയൊക്കെ അന്വേഷിച്ചിട്ടിലും പവിച്ചെറിയമ്മയെ മാത്രം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തും ഞാൻ നമ്മുടെ ചെറിയമ്മയെ. ഇതേ സമയം സിദ്ധു സഞ്ചരിച്ചിരുന്ന കാറിന് മുന്നിലേക്ക് 2 കുട്ടികൾ വന്നുപെട്ടു. ഡോർ മുറിച്ചു കടക്കുകയായിരുന്നു അവർ. സിദ്ധുവിന്റെ വണ്ടി വരുന്നത് ശ്രദ്ധിക്കാതെ അതിന് മുന്നിലേക്ക് എടുത്തു ചാടി. അതിൽ ഒരാളെ വണ്ടി മുട്ടുകയും 2 പേരും കൂടി റോഡിലേക്ക് വീഴുകയും ചെയ്തു. ഓ ഷിറ്റ്! സഡൻ ബ്രേക്കിട്ട് സിദ്ധു വണ്ടി നിർത്തി. അവൻ സ്റ്റിയറിംഗിൽ കൈകൾ കൊണ്ട് അടിച്ച് ദേഷ്യത്തോടെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. എവിടെ നോക്കിയാ നീയൊക്കെ നടക്കുന്നത്? കൈയും കോർത്തു പിടിച്ച് പട്ടാപ്പകൽ ചാകാനിറങ്ങിയതാണോ നീയൊക്കെ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. പുറത്തേക്കിറങ്ങി അവർക്കടുത്തേക്ക് ചെന്നുകൊണ്ട് സിദ്ധു ദേഷ്യത്തോടെ ചീറി. സോറി ചേട്ടാ, ഞങ്ങൾ കണ്ടില്ല. തറയിൽ വീണുകിടക്കുന്ന പെൺകുട്ടിയെ എഴുന്നേൽക്കാൻ സഹായിച്ചുകൊണ്ട് ഒരു പയ്യൻ സിദ്ധുവിനെ നോക്കി പേടിയോടെ പറഞ്ഞു. അതെങ്ങനെയാ മാനത്ത് നോക്കി നടന്നാ കാണുന്നത്? ഇങ്ങോട്ട് മാറ്! അവനെ നിലത്തു നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് സിദ്ധു ആ പെൺകുട്ടിയെ എഴുന്നേൽക്കാൻ സഹായിച്ചു. എന്തെങ്കിലും പറ്റിയോ? അവളുടെ കയ്യിലെ ഉരഞ്ഞു പൊട്ടിയ ഭാഗം പിടിച്ചു നോക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ചു. വാ കയറ്, ഹോസ്പിറ്റലിൽ പോകാം. അവളുടെ കയ്യിൽ നിന്ന് ചോര പൊടിയുന്നത് കണ്ടുകൊണ്ട് സിദ്ധു അസ്വസ്ഥതയോടെ പറഞ്ഞു. അതൊന്നും വേണ്ട ചേട്ടാ, ഞങ്ങൾ പൊയ്ക്കോളാം. ആ കുട്ടി താഴ്മയോടെ പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന പയ്യനെ നോക്കി. വണ്ടിക്ക് മുന്നിൽ വന്നു ചാടി മനുഷ്യനെ മെനക്കെടുത്തിയിട്ട് ആളുകളൊക്കെ നോക്കുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാതെ വന്ന് കയറാൻ നോക്ക്. രണ്ടിനെയും നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് സിദ്ധു ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. അവനെ പേടിയോടെ നോക്കി നിന്നതല്ലാതെ അവർ കയറിയില്ല. കയറാൻ!
സിദ്ധുവിന്റെ ശബ്ദത്തിന്റെ മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് അവർ പേടിയോടെ കാറിലേക്ക് കയറി.